ഒരിക്കൽ ഒരിടത്തൊരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. അയാൾ ഭിക്ഷ യാചിക്കുന്നതിനിടെ ഒരു ധനികനായ മനുഷ്യൻ ഒരു ദിവസം അതുവഴി പോകുന്നത് കണ്ടു. ഈ ധനികനായ മനുഷ്യനോട് ഭിക്ഷ യാചിച്ചാൽ ഒരുപാട് പണം കിട്ടുമെന്ന് അയാൾ കരുതി. എന്നാൽ ആ ധനികനായ മനുഷ്യൻ അയാളോട്, നീ എല്ലായ്പ്പോഴും ആളുകളോട് ചോദിച്ചു വാങ്ങിക്കും, എന്നാൽ നീ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു യാചകനാണ്, അങ്ങനെയുള്ള ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് ഭിക്ഷക്കാരൻ ചോദിച്ചു. ഇത് കേട്ട ധനികൻ അയാളോട്, നീ ആർക്കും ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നിനക്കൊന്നും ആരോടും ചോദിക്കാനുള്ള അവകാശമില്ലെന്ന് പറഞ്ഞു. ഞാനൊരു ബിസിനസ്മാനാണ്, കൊടുത്താൽ കിട്ടുമെന്നതാണ് എൻ്റെ വിശ്വാസം. നീ എനിക്ക് എന്തെങ്കിലും തരാതെ ഞാൻ നിനക്കൊന്നും തരില്ലെന്ന് പറഞ്ഞ് ആ ബിസിനസ്മാൻ അവിടുന്ന് പോയി. ഇത് ഭിക്ഷക്കാരനെ ഏറെ ചിന്തിപ്പിച്ചു. അയാൾ അവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ആർക്കും ഒന്നും കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്കധികം ധനമൊന്നും കിട്ടാത്തതെന്ന് അയാൾ ചിന്തിച്ചു. എന്നാൽ ഞാനൊരു യാചകനല്ലേ, ഞാൻ മറ്റുള്ളവർക്ക് എന്തു കൊടുക്കും? അങ്ങനെ അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇരിക്കുന്ന റോഡ് സൈഡിൽ കുറേ പൂക്കൾ നിൽക്കുന്നത് അയാൾ കണ്ടു. എനിക്ക് ഭിക്ഷ നൽകുന്ന ആളുകൾക്ക് ഞാൻ ഈ പൂക്കൾ നൽകിയാൽ എന്താണെന്ന് ചിന്തിച്ച് അയാൾ കുറേ പൂക്കൾ അവിടെ നിന്ന് പറിച്ചു. അന്ന് അയാൾ ഭിക്ഷ യാചിച്ചപ്പോൾ ആരെല്ലാം അയാൾക്ക് ഭിക്ഷ നൽകിയോ അവർക്കെല്ലാം അയാൾ ഒരു പൂ നൽകി. കൂടുതൽ ആളുകൾ അയാൾക്ക് ഭിക്ഷ നൽകുവാൻ തുടങ്ങി. ഒരു ദിവസം അയാൾക്ക് പ്രചോദനമായ ബിസിനസ്മാനെ അയാൾ വീണ്ടും കണ്ടുമുട്ടി. ഇത്തവണ അയാൾ ഒരു പൂ നൽകിയിട്ട് അയാളോട് ഭിക്ഷ യാചിച്ചു. ഇന്ന് നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ പൂക്കളുണ്ട്, നിങ്ങളിതിന് പകരം എന്തെങ്കിലും തരാൻ എന്ന് അയാൾ പറഞ്ഞു. ആ ബിസിനസ്സുകാരൻ അയാളിൽ നിന്ന് പൂക്കൾ സ്വീകരിച്ചു. എന്നിട്ട് കുറച്ച് പണം നൽകി. വളരെ നല്ല കാര്യം, ഇന്ന് നീ ഒരു പിച്ചക്കാരനല്ല, നീ ഒരു ബിസിനസ്മാനാണ്. വാക്കുകൾ പിന്നെയും ആ യാചകനെ ചിന്തിപ്പിച്ചു. അയാൾ തന്നോട് തന്നെ പറഞ്ഞു, ഇന്നു മുതൽ ഞാനൊരു യാചകനല്ല, ഞാൻ പൂക്കൾ പറിച്ച് വിൽക്കാൻ തീരുമാനിച്ചു. 3-4 വർഷങ്ങൾക്ക് ശേഷം അതേ തെരുവീതിയിൽ 2 ധനികരായി വസ്ത്രം ധരിച്ച ആളുകൾ കണ്ടുമുട്ടി. അതിലൊരാൾ മറ്റേയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കെന്നെ മനസ്സിലായോ? അയാൾ പറഞ്ഞു, ഇല്ലെന്ന്. നിങ്ങളെ ഞാൻ 2 വട്ടം കണ്ടിട്ടുണ്ട്, ഇത് 3-ാമത്തെ വട്ടമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഒരിക്കൽ ഒരു യാചകനോട് കൊടുക്കാത്ത ആളിന് വാങ്ങിക്കാനും അർഹതയില്ലെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ യാചകനാണ് ഞാൻ. നിങ്ങളുടെ ആ വാക്കുകൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ന് ഞാനൊരു പൂക്കച്ചവടക്കാരനാണ്. നിങ്ങളാണ് എൻ്റെ ജീവിതം മാറുവാനുള്ള കാരണം. കൊടുത്താലേ കിട്ടത്തുള്ളെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ എന്നോട് ഞാനൊരു ബിസിനസ്മാനാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഞാൻ എൻ്റെ പൂക്കൾ വിൽക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ എന്നെ കണ്ടത് ഭിക്ഷക്കാരനായല്ല, ഞാൻ എന്നെ കണ്ടത് ഒരു ബിസിനസ്മാനായാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത് നമ്മൾ എങ്ങനെ നമ്മളെ കാണുന്നു എന്നതിലാണ്. നിങ്ങൾക്കൊരു കഴിവില്ലെന്ന് ചിന്തിച്ചാൽ മറ്റുള്ളവരും അങ്ങനെ തന്നെ ചിന്തിക്കും. എന്നാൽ നമ്മൾ നമ്മളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാക്കാം.